إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم إن عدة الشهور عند الله 12 شهرا في كتاب الله يوم خلق السماوات والأرض منها 4 حرم ذلك الدين القيم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ ബഹുമാന്യരായിട്ടുള്ള സത്യവിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ ഏവരെയും ആമുഖമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ യഥാർത്ഥ ഇബാദുകളുടെ കൂട്ടത്തിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ ഇസ്ലാമിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ചില മാസങ്ങൾക്കും ചില ദിവസങ്ങൾക്കും ചില സമയങ്ങൾക്കും ചില സ്ഥലങ്ങൾക്കുമൊക്കെ ചില പ്രത്യേകതകൾ നൽകിയതായിക്കൊണ്ട് നമുക്ക് കാണാൻ കഴിയും. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ ജീവിതത്തിലുടനീളം അള്ളാഹുവിനെ ഇബാദത്ത് എടുത്ത് അമൽ സ്വാലിഹാത്തുകൾ ചെയ്ത് ജീവിക്കേണ്ടവനാണ്. ഏതെങ്കിലും പ്രത്യേക സമയത്ത് മാത്രമല്ല. എന്നിരുന്നാലും ചില മാസങ്ങളിൽ, ചില സമയങ്ങളിൽ, ചില ദിവസങ്ങളിൽ കൂടുതലായിക്കൊണ്ട് അള്ളാഹുവിലേക്ക് അടുക്കുവാനും അതിനു വേണ്ടിയിട്ട് ധാരാളമായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ ചെയ്യുവാനും വേണ്ടി പരിശുദ്ധ ഇസ്ലാം നമ്മോട് കൽപ്പിക്കുന്നുണ്ട്. വഅബ്ദു റബ്ബക ഹത്താ യഅതിയകൽ യഖീൻ എന്ന വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. റബ്ബിനെ കണ്ടുമുട്ടുന്നത് വരെ, അതായത് നിങ്ങളുടെ മരണം, ആ യഖീൻ, ദൃഢമായിട്ടുള്ള ആ ഒരു ഉറപ്പുണ്ടല്ലോ, ആ മരണം നിങ്ങളിലേക്ക് വന്നെത്തുന്നത് വരെ നിങ്ങൾ റബ്ബിനെ ആരാധിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ചില പ്രത്യേകതകളുള്ള ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഇനി പ്രവേശിക്കാനിരിക്കുന്നതും അതിലേറെ ശ്രേഷ്ഠകരമായിട്ടുള്ള ഒരു മാസത്തിലേക്കുമാണ്. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല
ആമുഖമായിക്കൊണ്ട് നിങ്ങൾ കേൾപ്പിച്ച വചനം സൂറത്ത് തൗബയുടെ 36-ാമത്തെ വചനം. അള്ളാഹു അതിലൂടെ പറയുകയാണ്, ഇന്ന ഇദ്ദത്തശ് ശുഹൂരി ഇൻദല്ലാഹി 12 ശഹ്റ ഫീ കിതാബില്ലാഹ് യൗമ ഖലഖസ് സമാവാതി വൽ അർദ് മിൻഹാ അർബഅത്തുൻ ഹുറും. ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്നു മുതൽ അള്ളാഹുവിന്റെ അടുക്കൽ മാസങ്ങളുടെ എണ്ണം 12 ശഹ്റ, 12 എണ്ണമാണ്. എന്നിട്ട് റബ്ബ് പറയുന്നു, മിൻഹ, ആ കൂട്ടത്തിൽ അർബഅത്തുൻ ഹുറും, 4 മാസങ്ങൾ ഹുറുമത്തുള്ള മാസമാണ്. അഷ്ഹുറുൽ ഹുറും എന്നറിയപ്പെടുന്ന 4 മാസങ്ങൾ അത് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പരിചയപ്പെടുത്തുകയാണ്. അതിന് പ്രത്യേകതകളുണ്ട് എന്ന്, അതിന് മഹത്വമുണ്ട് എന്ന്, ഹുർമത്തുണ്ട് എന്ന് അള്ളാഹു പറയുകയാണ്. ഏതെല്ലാമാണ് ഈ 4 മാസങ്ങളെന്ന് ഹദീസിലൂടെ മഹാനായിട്ടുള്ള നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. സലാസുൻ മുതവാലിയാത്തുൻ, ഈ 4 മാസങ്ങളിൽ 3 മാസങ്ങൾ തുടരെ തുടരെ വരുന്ന മാസങ്ങളാണ്. അതേതെല്ലാമാണ്? അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം. ഈ 3 മാസങ്ങൾ അടുപ്പിച്ച് വരുന്ന മാസങ്ങളാണ്. പിന്നെ റജബും. ഇങ്ങനെ 4 മാസങ്ങൾ അഷ്ഹുറുൽ ഹുറും എന്നറിയപ്പെടുന്ന മാസങ്ങളാണ്. എന്താണ് ഈ മാസത്തിന്റെ പ്രത്യേകതയായിക്കൊണ്ട് മനസ്സിലാക്കുവാനുള്ളത്? യുദ്ധം, അക്രമം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ്. യുദ്ധം നിഷിദ്ധമാക്കപ്പെട്ട മാസങ്ങളാണ് ഈ അഷ്ഹുറുൽ ഹുറും എന്നറിയപ്പെടുന്ന ഈ 4 മാസങ്ങൾ. അതോടൊപ്പം തന്നെ അള്ളാഹു അതിനോട് ചേർത്ത് പറഞ്ഞൊരു കാര്യമുണ്ട്. അതെന്താ? വിശുദ്ധ ഖുർആനിൽ നമുക്ക് കാണാൻ കഴിയും, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. നമ്മൾ ഒരിക്കലും തെറ്റ് ചെയ്യാൻ പാടില്ല. പക്ഷേ ജീവിതത്തിൽ എല്ലാ സന്ദർഭത്തിലും നമ്മൾ തെറ്റുകളെ സൂക്ഷിക്കണം, തിന്മകളെ സൂക്ഷിക്കണം. എന്നാൽ പ്രത്യേകിച്ച് ഈ മാസങ്ങളിൽ കൂടുതൽ നമ്മൾ ശ്രദ്ധ കാണിക്കണം, തെറ്റുകളിലേക്ക് പോകാതെ. റബ്ബ് പറയാണ്, ഫലാ തദ്ലിമൂ ഫീഹിന്ന അൻഫുസകും. നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തോട് ഈ മാസങ്ങളിൽ അതിക്രമം പ്രവർത്തിക്കാൻ പാടില്ല. എന്താ സ്വന്തത്തോട് അതിക്രമം പ്രവർത്തിക്കാന്ന് പറഞ്ഞാൽ? നമ്മൾ ആരും സ്വന്തത്തെ ആക്രമിക്കാറില്ലല്ലോ, അല്ലേ? നമ്മൾ സ്വയം കത്തിയെടുത്ത് കുത്താറില്ല, അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തെ നമ്മൾ തന്നെ ഉപദ്രവിക്കാറില്ല. അള്ളാഹ് പറയാണ്, നിങ്ങൾ നിങ്ങളുടെ സ്വന്തത്തെ നിങ്ങൾ സ്വന്തത്തിനോട് അതിക്രമം ചെയ്യരുത് എന്ന് വെച്ചാൽ, നമ്മളൊരു തിന്മ ചെയ്യുകയാണെങ്കിൽ, ഒരു പാപം ചെയ്യുകയാണെങ്കിൽ അത് ആരോട് ചെയ്യുന്ന അതിക്രമ? നമ്മുടെ സ്വന്തത്തിനോട് ചെയ്യുന്ന അതിക്രമ, വേറെ ആരോടും അല്ല. നമ്മുടെ സ്വന്തത്തെ നമ്മൾ നരകത്തിയിലേക്ക് കൊണ്ടുപോവുകയാണ്. തെറ്റുകൾ ചെയ്ത് കൂട്ടിയിട്ട് നമ്മുടെ ജസദിനെ, നമ്മുടെ ആത്മാവിനെ നമ്മൾ തന്നെ അപകടത്തിലേക്ക് ആക്കുകയാണ്, അല്ലെ? ഓരോ തെറ്റ് ചെയ്യുമ്പോഴും അതൊക്കെ നമ്മുടെ സ്വന്തത്തോട് ചെയ്യുന്ന അതിക്രമ. അങ്ങനെ ആ അതിക്രമം പ്രവർത്തിച്ചുകൊണ്ടാണ് അവൻ ആ നരകത്തിലേക്ക് എത്തിച്ചേരുക. അതുകൊണ്ട് ഈ മാസങ്ങൾ പ്രത്യേകിച്ച് നിങ്ങൾ തിന്മകളെ സൂക്ഷിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മോട് ഉണർത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്, അള്ളാഹു ഹുർമത്ത് നൽകിയിട്ടുള്ള ഈ മാസങ്ങളിൽ തെറ്റ് ചെയ്യുമ്പോൾ മറ്റുള്ള മാസങ്ങളിൽ തെറ്റ് ചെയ്യുന്നതിനേക്കാൾ ഗൗരവമുള്ളതാണ്. നമ്മൾ വളരെ ശ്രദ്ധിക്കണം. നമ്മളിങ്ങനെ ഈ മാസങ്ങളെ പറ്റി അറിയാതെ അല്ലെങ്കിൽ മനസ്സിലാക്കാതെ സാധാരണ അങ്ങനെ കഴിയുന്നത് പോലെ, മറ്റുള്ള മാസങ്ങളിലൊക്കെ മുന്നോട്ട് പോകുന്നത് പോലെ അങ്ങനെ ഒരു അശ്രദ്ധമായിട്ട് ഒരു ജഹാലത്തിൽ നമ്മൾ മുന്നോട്ട് പോകാൻ പാടില്ല. ഈ മാസങ്ങളിൽ പ്രത്യേകം ഒരു ജാഗ്രത നമ്മൾ കാണിക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നത്. അപ്പൊ നമ്മൾ അത് ശ്രദ്ധിക്കാതെ ഈ മാസത്തിൽ തെറ്റുകൾ ചെയ്യുകയാണെങ്കിലോ ഗൗരവമുള്ള വിഷയമാണ്. വലിയ ശിക്ഷ അതിന് ലഭിക്കുന്നതാണ്. മാത്രമല്ല അള്ളാഹു നൽകിയിട്ടുള്ള ഈ ആദരവിനെതിരാണത്. ഈ മാസത്തെ നമ്മൾ നിന്ദിക്കുകയാണ്. ഒരിക്കലും തന്നെ അള്ളാഹു ഹുർമത്ത് നൽകിയിട്ടുള്ള മാസങ്ങൾ നമ്മൾ നിന്ദിക്കാൻ പാടില്ല. വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു സൂറത്തു മാഇദയിലൂടെ, യാ അയ്യുഹല്ലദീന ആമനൂ, അല്ലയോ സത്യവിശ്വാസികളെ, ലാ തുഹില്ലു ശഗായിറല്ലാഹ് വലശ്ശഹ്റൽ ഹറാം. അല്ലാഹ് പറയാ, മുഅ്മിനീങ്ങളെ വിളിച്ചിട്ടാ പറയുന്നത്. നമ്മളെ ഓരോരുത്തരെയും വിളിച്ച് റബ്ബ് പറയാ, ലാ തുഹില്ലു ശഗായിറല്ലാഹ്, അല്ലാഹുവിന്റെ ചിഹ്നങ്ങളെ നിങ്ങൾ നിന്ദിക്കരുത് കേട്ടോ. വലശ്ശഹ്റൽ ഹറാം, പവിത്ര മാസങ്ങളെ, ഹുർമത്തുള്ള മാസങ്ങളെ
നിങ്ങൾ നിന്ദിക്കരുത് കേട്ടോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്ത് മാഇദയിലൂടെ നമ്മളോട് പറയുകയാണ്. അപ്പോൾ അതിലൊരു ഹുർമത്തുണ്ട് ഈ മാസങ്ങൾക്ക്. നമ്മളത് വകവെച്ചു കൊടുക്കണം. അതിൽ നന്മ ചെയ്യുമ്പോൾ പ്രതിഫലമുണ്ട്, തിന്മ ചെയ്യുമ്പോൾ അതിന് വലിയ ശിക്ഷയുമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ അതൊക്കെ തെക്കുവന്റെ അടയാളാണ്. അല്ലാഹ് പറയാണ് സൂറത്തുൽ ഹജ്ജിലൂടെ റബ്ബ് പറയുന്നത് അള്ളാഹു ഇങ്ങനെ ആദരിച്ചിട്ടുള്ള ഈ ചിഹ്നങ്ങളെയൊക്കെ, ദീനിന്റെ ഷിആറുകളൊക്കെ ആരാണോ അതിന് ബഹുമാനം കൽപ്പിക്കുന്നത് അത് ഹൃദയത്തിൽ തെക്കുവുള്ളതിന്റെ അടയാളമാണ്. ഹൃദയത്തിൽ തെക്കുവുള്ള ആളുകൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഈ മാസങ്ങളുടെ ഹുർമത്തിനൊക്കെ അംഗീകരിക്കുകയും അതൊക്കെ ഉൾക്കൊള്ളുകയും ആ മാസത്തിൽ പ്രത്യേകം തിന്മകളൊന്നും ചെയ്യാതെ, തിന്മകളൊക്കെ വളരെ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് ധാരാളം സൽക്കർമ്മങ്ങളിൽ, നന്മകളിൽ മുന്നേറാൻ വേണ്ടിയിട്ടുള്ള ബോധപൂർവമായിട്ടുള്ള ശ്രമങ്ങളൊക്കെ ഉണ്ടാകുക ഹൃദയത്തിൽ തെക്കുവയുള്ള ആളുകൾക്കാണ് എന്നാണ് വിശുദ്ധ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ അഷ്ഹുറുൽ ഹുറും, ദുൽഖഅദ, ദുൽഹിജ്ജ, മുഹറം, റജബ്, ഇതൊക്കെ അഷ്ഹുറുൽ ഹുറുമത്തുള്ള മാസങ്ങളാണ്. അത് പ്രത്യേകമായിക്കൊണ്ട് നമ്മൾ ഒരു ശ്രദ്ധ നമ്മൾ കാണിക്കേണ്ടതുണ്ട്. ഇനി നോക്കൂ നിങ്ങൾ, നമ്മളിതാ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുകയാണ്. ഇന്ന് ദുൽഖഅദ 30 പൂർത്തിയാക്കുകയാണ്. നാളെ ശനിയാഴ്ച ദുൽഹിജ്ജ 1 പ്രവേശിക്കുകയാണ് അല്ലേ? ദുൽഹിജ്ജ ഹജ്ജുള്ള മാസം എന്നാണ്. ദുൽഹിജ്ജ എന്ന് പറഞ്ഞാൽ ഹജ്ജുള്ള മാസം. ഹജ്ജിന്റെ മാസത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് മഹത്വം നൽകിയിട്ടുള്ള, വളരെയധികം പുണ്യകരമായിട്ടുള്ള ദിനരാത്രങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് എന്ന് നമുക്കൊരു തിരിച്ചറിവുണ്ടാകണം അല്ലേ? നോക്കൂ നിങ്ങൾ, അല്ലാഹ് സത്യം ചെയ്തു പറയുക വിശുദ്ധ ഖുർആനിലൂടെ, വൽ ഫജ്ർ വലയാലിൻ അശ്ർ അല്ലെ? നമുക്കൊക്കെ സുപരിചിതമായിട്ടുള്ള വചനങ്ങളാണ്. വൽ ഫജ്ർ, പ്രഭാതം തന്നെയാണ് സത്യം. വലയാലിൻ അശ്ർ, 10 ദിനരാത്രങ്ങൾ, 10 രാവുകൾ തന്നെയാണ് സത്യം എന്ന് അള്ളാഹു സത്യം ചെയ്തു പറഞ്ഞ കാര്യമാണ്. ഇതിനെ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന്മാരായിട്ടുള്ള ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അടക്കമുള്ള പ്രാമാണികരായിട്ടുള്ള മുഫസ്സിരീങ്ങൾ അവരുടെ തഫ്സീറുകളിൽ കൊടുക്കുന്നത് ഇന്നഹാ അശ്റുൽ ഹിജ്ജ, ഈ വലയാലിൻ അശ്ർ എന്ന് പറഞ്ഞില്ലേ, ആ 10 രാവുകൾ, അത് ദുൽഹിജ്ജയിലെ 1 മുതൽ 10 വരെയുള്ള ദിനരാത്രങ്ങളാണ് എന്ന് തഫ്സീറുകളിൽ നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, അതിലേക്കാണ്, ആ ദിവസങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാനിരിക്കുന്നത് അല്ലേ? നമ്മുടെ കൂട്ടത്തിലൊക്കെയുള്ള ആളുകൾ ഹജ്ജിന് പോയി അതിനു വേണ്ടി തയ്യാറായി ഒരുങ്ങി നിൽക്കുന്ന വളരെ സുന്ദരമായിട്ടുള്ള ഒരു സന്ദർഭത്തിലുമാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. ഈ സമയത്ത് അവരവിടെ ഹജ്ജിന്റെ പ്രതിഫലം എടുക്കുമ്പോൾ, അല്ലെങ്കിൽ അവരവിടെ ഹജ്ജിന്റെ കർമ്മങ്ങളിൽ മുഴുകുമ്പോൾ നമുക്കൊരുപാട് പ്രതിഫലം വാരിക്കൂട്ടാനുണ്ട്. നമുക്കൊരുപാട് നന്മകൾ മുന്നേറിയിട്ട് ഒരുപാട് മഹത്വമുള്ള ഈ ദിവസങ്ങളിൽ ഒരുപാട് പുണ്യം നമുക്ക് നേടിയെടുക്കാൻ സാധിക്കുന്നതാണ്. നമ്മൾ ശ്രദ്ധിക്കുക, അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നോക്കൂ നിങ്ങൾ, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹാ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമുൽ അശ്ർ. അള്ളാഹുവിന്റെ റസൂൽ പറയാ, അള്ളാഹുവിന് ഏറെ ഇഷ്ടമുള്ള അമലുകൾ ഈ ദുൽഹിജ്ജയുടെ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന അമലുകളാണ്. അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമുള്ള അമലുകൾ ആരാണോ ദുൽഹിജ്ജയിലെ ഈ 10 ദിനങ്ങൾക്കുള്ളിൽ അമലു സ്വാലിഹാത്തുകൾ ചെയ്യുന്നത്, ആ അമലുകളാണ് അള്ളാഹുവിന് ഏറെ ഇഷ്ടം എന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് ചോദിച്ചു, കാലു യാ റസൂലല്ലാഹ്, അങ്ങനെയാണെങ്കിൽ അള്ളാഹുവിന്റെ പ്രവാചകരെ, വലൽ ജിഹാദു ഫീ സബീലില്ലാ, അങ്ങനെയാണെങ്കിൽ ജിഹാദോ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, വലൽ ജിഹാദു ഫീ സബീലില്ലാ, ജിഹാദിനേക്കാളും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, എങ്ങനെ? ഒരു വിഭാഗം ഒഴികെ, ഇല്ലാ റജുലുൻ ഖറജ ബിനഫ്സിഹി വമാലിഹി ഫലം യർജ് മിൻ ദാലിക ബിശൈഇൻ. അല്ലാഹുവിന്റെ റസൂൽ പറയാ, ഒരു മനുഷ്യൻ അവന്റെ സമ്പത്ത് കൊണ്ട്, ശരീരം കൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ജിഹാദിന് ഇറങ്ങി പുറപ്പെട്ടു. എന്നിട്ട് അതിൽ മുഴുവൻ ശരീരവും ആ സമ്പത്തും അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന് സമർപ്പിക്കേണ്ടി വന്നു. പിന്നീട് അവന് തിരിച്ചു വരാൻ സാധിച്ചിട്ടില്ല. അങ്ങനെയുള്ള ഒരു മനുഷ്യനൊഴികെ ബാക്കിയുള്ള ജിഹാദിനേക്കാളും അള്ളാഹുവിന് ഏറെ ഇഷ്ടം
ഈ സുദിനങ്ങളിൽ ചെയ്യുന്ന സൽക്കർമ്മങ്ങളാണ് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സുദിനങ്ങളിലേക്കാണ് നമ്മൾ പ്രവേശിക്കാൻ പോകണം. ഇനി അങ്ങോട്ടുള്ള ഓരോ കർമ്മങ്ങളും റബ്ബിന് ഏറെ ഇഷ്ടമുള്ളതാ, ഏറെ പ്രിയപ്പെട്ടതാ. നിങ്ങൾ എന്ത് സൽക്കർമ്മം ചെയ്യുന്നോ അത് റബ്ബിന് ഏറെ പ്രിയങ്കരമാണ്. ആ ഒരു ചിന്തയോടുകൂടി ഈ സുദിനങ്ങളിൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള സുദിനങ്ങളിൽ ധാരാളം അമലു സ്വാലിഹാത്തുകൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. സലഫ് സ്വാലിഹീങ്ങൾ ഈ ഒരു സുദിനങ്ങളിലേക്ക് കടന്നു വരുമ്പോൾ അവരൊക്കെ ചെയ്യാറുണ്ടായിരുന്നത്, അവരൊക്കെ ഇജ്തിഹാദൻ ഷദീദ എന്ന ഈ 10 ദിവസങ്ങൾ അവരെ കൊണ്ട് കഴിയുന്ന പരമാവധി സൽക്കർമ്മങ്ങൾ അവർ ചെയ്യും. അതിന് വേണ്ടിയിട്ട് അവർ ഒരുങ്ങിയിരിക്കുന്ന നമ്മളങ്ങനെ ദുൽഹിജ്ജ 1, 10 അങ്ങനെ കഴിഞ്ഞു പോകും. പെരുന്നാളാവും അല്ലേ? അപ്പോൾ അന്നാണ് ദുൽഹിജ്ജ 10, പെരുന്നാളിന്റെ തലേന്നാണ്, നാളാണല്ലോ ഇപ്പൊ ദുൽഹിജ്ജ 10 അല്ലെ പെരുന്നാള് എന്നുള്ളൊരു ചിന്തയിലേക്ക് നമ്മളും സലഫ് സ്വാലിഹീങ്ങളും സ്വഹാബികളും ഒക്കെ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ അവര് സൽക്കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് മത്സരിക്കുമായിരുന്നു എന്ന അല്ലേ? നമ്മൾ ശ്രദ്ധിക്കേണ്ട ഈ കാര്യങ്ങളൊക്കെ. നോക്കൂ നിങ്ങൾ, ഈ ഒരു ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളുടെ മഹത്വം അതിന്റെ ചർച്ചയിൽ പണ്ഡിതന്മാർ പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. റമളാനിലെ അവസാനത്തെ 10 പകലിനേക്കാൾ ശ്രേഷ്ഠകരമാണ് ദുൽഹിജ്ജ 10 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലെ പകലുകൾ എന്ന് ആ പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ കഴിയും. നോക്കൂ നിങ്ങൾ, അത്രമാത്രം ഇതിന്റെ മഹത്വത്തെ പറ്റിയിട്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് ആ ഒരു ഫളില് കിട്ടാൻ വേണ്ടിയിട്ട് ബോധപൂർവമായിട്ടുള്ള ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാകാം. എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഒരു ഫളില് ഈ ദിവസങ്ങൾക്ക് ലഭിക്കാനുണ്ടായിട്ടുള്ളത്? ഹജ്ജിന്റെ മാസമാണ് അല്ലെ? ഹജ്ജിന്റെ മാസമാണ്, അഷ്ഹുറുൽ ഹുറുമാണ്, ഹുറുമത്തുള്ള മാസങ്ങളിൽ പെട്ടതാണ്. ഇതിന് വിശദീകരിച്ചുകൊണ്ട് മഹാനായിട്ടുള്ള ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ കൊടുക്കുന്നുണ്ട്. ഈ മാസങ്ങൾക്കുള്ള പ്രത്യേകത, ഈ സുദിനങ്ങൾക്കുള്ള പ്രത്യേകത, പരിശുദ്ധ ഇസ്ലാമിന്റെ ഉമ്മഹാത്തുൽ ഇബാദത്തുകൾ ഒരുമിച്ച് കൂടുന്ന അപൂർവമായിട്ടുള്ള സംഗമം നടക്കുന്നത് ഈ സുദിനങ്ങളിലാണ്. ഇസ്ലാമിലെ പ്രധാനപ്പെട്ട ആരാധനാ കർമ്മങ്ങൾ ഒന്നിച്ചു വരുന്നത്, സംഗമിക്കുന്നത് ഈ 1 മുതൽ 10 വരെയുള്ള ദിവസങ്ങളിലാണ് അല്ലേ? നമസ്കാരം, നോമ്പ്, അതോടൊപ്പം തന്നെ ദാനധർമ്മങ്ങള്, ഹജ്ജ്, ഇതൊക്കെ സംഗമിക്കുന്നത്, ഒരുമിച്ച് വരുന്ന സുദിനങ്ങൾ എന്ന് പറയുന്നത് ഈ 1 മുതൽ 10 വരെയുള്ള സുദിനങ്ങളാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഇതിന്റെ മഹത്വം, ദുൽഹിജ്ജ 1 മുതൽ 10 വരെയുള്ള സുദിനങ്ങളുടെ മഹത്വം നമ്മൾ ഉൾക്കൊള്ളേണ്ടതുണ്ട്. അതിനു വേണ്ടിയിട്ട്, അതിന്റെ ഫളില് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കഴിവിന്റെ പരമാവധി പരിശ്രമിക്കേണ്ടതുണ്ട്. എന്തെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും? നമസ്കാരത്തിന്റെ വിഷയം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ദുൽഹിജ്ജയിലേക്ക് പ്രവേശിക്കുകയാണ്. ഫർദ് നമസ്കാരം ഒരിക്കലും നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് ജമാഅത്തായിക്കൊണ്ട് ഇമാമ് തക്ബീറത്തുൽ ഇഹ്റാമിലേക്ക് പ്രവേശിക്കുമ്പോ മസ്ബൂക്കായി പോകാതെ ഇമാമിന്റെ കൂടെ തക്ബീർ ചൊല്ലാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു ശ്രദ്ധ ഈ സുദിനങ്ങൾ പ്രത്യേകമായി കൊണ്ട് നമ്മൾക്ക് എല്ലാ സമയത്തും വേണം. ഈ സുദിനങ്ങൾ പ്രത്യേകിച്ച് സുന്നത്ത് നമസ്കാരങ്ങൾ അധികരിപ്പിക്കുക. സുന്നത്ത് നമസ്കാരങ്ങൾ ഒരുപാട് പഠിപ്പിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അല്ലേ? അതൊക്കെ നമ്മൾ ഈ സുദിനങ്ങൾ പ്രത്യേകം ശ്രദ്ധയോടുകൂടി നമ്മൾ നിർവഹിക്കുക. അതോടൊപ്പം തന്നെ സുന്നത്ത് നോമ്പുകൾ അധികരിപ്പിക്കുക. അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, സദാസമയവും നമ്മുടെ നാവിനെ തിന്മയിലേക്ക് കൊണ്ടുപോകാതെ ഏഷണിയും പരദൂഷണവും കുറ്റം പറച്ചിലുകളും പാഴ്വാക്കുകളും വേണ്ടാത്തരങ്ങളും നാവിൽ നിന്നും വന്നു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്നു, അറിയപ്പെട്ട ദിനങ്ങളിൽ നിങ്ങൾ അള്ളാഹുവിനെ ധാരാളമായി കൊണ്ട് ഓർക്കണം. ഏതാണ് ഈ അയ്യാമിൻ മഅലൂമാത്ത്? അറിയപ്പെട്ട ദിനങ്ങൾ ഏതാണ്? തഫ്സീറിൽ കാണാൻ കഴിയും, അയ്യാമുൽ അശ്ർ, ഈ 10 ദിവസങ്ങൾ ധാരാളമായി കൊണ്ട് അള്ളാഹുവിനെ ഓർക്കേണ്ട ദിവസങ്ങളാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുക. അബ്ദുല്ലാഹി ഇബ്നു ഉമർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും, ഈ 10 ദിവസങ്ങളിൽ ചെയ്യുന്ന കർമ്മങ്ങൾ അള്ളാഹുവിന് ഏറെ പ്രിയങ്കരമാണ്. അതുകൊണ്ട് ഫഅക്സിറൂ ഫീഹിന്ന, നിങ്ങൾ അധികരിപ്പിക്കണം ഈ സുദിനങ്ങളിൽ, മിനത് തഹ്ലീൽ വത്തക്ബീർ വത്തഹ്മീദ്, തക്ബീറുകളും തഹ്മീദുകളും തഹ്ലീലുകളും നിങ്ങൾ ധാരാളമായി കൊണ്ട് അധികരിപ്പിക്കണമെന്ന് നമുക്ക് ഹദീസുകളിൽ കാണാൻ കഴിയും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക.
നമ്മൾ ശ്രദ്ധിക്കുക, ഒരു ശ്രദ്ധ ഈ വിഷയത്തിൽ ഉണ്ടാകണം. ദുൽഹിജ്ജ് 1 മുതൽ 10 വരെയുള്ള സുദിനങ്ങളാണ്, വളരെ പ്രധാനപ്പെട്ട സുദിനങ്ങളാണ്, മഹത്വമുള്ള ദിവസങ്ങളാണ്. പരമാവധി സൽക്കർമ്മങ്ങളിൽ മുന്നേറി അള്ളാഹുവിലേക്ക് കൂടുതൽ അടുക്കുവാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രദ്ധിക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. إن الحمد لله والعاقبة للمتقين ولا عدوان إلا على الظالمين وأصلي وأسلم على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين أما بعد. സർവ്വലോക രക്ഷിതാവും അളവറ്റ ദയാപരനുമായ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകളും അവന്റെ മാർഗനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ രഹസ്യ പരസ്യ മേഖലകളിൽ പ്രത്യേകം സൂക്ഷിച്ചുകൊണ്ട് തെക്കുള്ളവരായിക്കൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മളെല്ലാവരും മനസ്സിലാക്കിയതുപോലെ നമ്മുടെ നാട്ടിൽ നിന്നൊക്കെയുള്ള ഹാജിമാർ, ലോകത്തിൻ്റെ വ്യത്യസ്ത ദിക്കുകളിൽ നിന്നുള്ളവരൊക്കെ പരിശുദ്ധമായിട്ടുള്ള ഹജ്ജ് കർമ്മത്തിന് വേണ്ടിയിട്ട് മക്കയിൽ സംഗമിച്ചിരിക്കുന്ന ഒരു മുഹൂർത്തത്തിലൂടെയാണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ദുൽഹിജ്ജ, ഹജ്ജുള്ള ഈ മാസം അവർ ഹജ്ജിന്റെ പ്രതിഫലം നേടിയെടുക്കുമ്പോൾ നാട്ടിലുള്ള നമുക്ക് ഒരുപാട് പുണ്യങ്ങൾ വാരിക്കൂട്ടുവാനുള്ള അവസരമാണ് ഇനി വരാനിരിക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. ആ കൂട്ടത്തിൽ പ്രത്യേകമായിക്കൊണ്ട് നമുക്ക് ശ്രദ്ധിക്കുവാനുള്ളൊരു കാര്യമെന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയാവുന്നതാണ്, ബലികർമ്മമായി ബന്ധപ്പെട്ടതാണ് ഉളുഹിയ്യത്ത് എന്നുള്ളത്. ഒന്നാമതായി അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കുക, പരിശുദ്ധ ഇസ്ലാമിലെ ബലികർമ്മം എന്ന് പറയുന്നത് അത് അള്ളാഹുവിന് വേണ്ടി മാത്രമുള്ള ഒരു ഇബാദത്താണ്. നമ്മുടെ നാട്ടിലൊക്കെ പല സന്ദർഭങ്ങളിലായിട്ട് പല ആളുകളും ബലിയെറുക്കാറുണ്ട്. അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട്, അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ബലിയെറുക്കുന്ന ആളുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് മൽഊനുൻ മൻ ദബഹ ലിഗൈരില്ലാഹ്, അള്ളാഹ്ക്ക് വേണ്ടിയല്ലാതെ ആരെങ്കിലും ബലിയെറുത്താൽ അവൻ മൽഊനാണ്. എന്താ മൽഊൻ എന്ന് വെച്ചാൽ ശപിക്കപ്പെട്ടവനാണവൻ. മറ്റൊരു ഹദീസിൽ നമുക്ക് ഇപ്രകാരം കാണാൻ കഴിയും, മൻ ദബഹ ലിഗൈരില്ലാഹ് ഫഖദ് അശ്റക, അള്ളാഹു അല്ലാത്തവർക്ക് വേണ്ടിയിട്ട് ആരെങ്കിലും ബലിയെറുത്താൽ ഫഖദ് അശ്റക, അവൻ ശിർക്ക് ചെയ്തു, അവൻ അള്ളാഹുവിൽ പങ്കു ചേർത്തു എന്ന് തന്നെ അള്ളാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് കാണാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ബലികർമ്മം എന്ന് പറയുന്ന അള്ളാഹുവിന് വേണ്ടിയിട്ടുള്ള വലിയ ഒരു സമർപ്പണമാണ്, വലിയൊരു സന്ദേശമാണ് ബലി എന്നുള്ളത്, അല്ലേ? നമുക്കെല്ലാവർക്കും അതിന്റെ ചരിത്രമൊക്കെ അറിയാം, വിശദീകരിക്കുന്നില്ല. ഇബ്രാഹിം നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മകൻ ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ ആ അറുക്കണമെന്നുള്ള ഒരു കൽപ്പന അള്ളാഹുവിന്റെ ആ ഒരു ഇൽഹാം, ആ സ്വപ്നത്തിൽ ദർശിച്ചതും അതിനു വേണ്ടിയിട്ട് അവർ സന്നദ്ധമായതും, അല്ലെ? അതാണ് സമർപ്പണം. എല്ലാ നിലക്കും ഒരുങ്ങി മകനെ ചെരിച്ച് കിടത്തി കത്തിക്ക് മൂർച്ച കൂട്ടി എല്ലാ അർത്ഥത്തിലും സമർപ്പിച്ചു കഴിഞ്ഞു. ആ ബലി ചെയ്തതിന് തുല്യം എന്ന വലിയൊരു പരീക്ഷണം, ആ പരീക്ഷണത്തിൽ രണ്ടുപേരും വിജയിക്കുകയാണ്, അല്ലേ? സമർപ്പണമാണ് അതിലൂടെ. അള്ളാഹുവിന്റെ കൽപ്പനക്ക്, അള്ളാഹു എന്താണോ നമ്മോട് കൽപ്പിച്ചത് അതിനു വേണ്ടിയിട്ട് ജീവൻ ബലിയർപ്പിച്ചാലും ശരി ഞാനത് അനുസരിക്കുമെന്നുള്ള വലിയൊരു സന്ദേശം ആണ് അതിലൂടെ നൽകുന്നത്. പക്ഷേ അള്ളാഹുവിന്റെ കൽപ്പന വന്നു, വേണ്ട ഇബ്രാഹിം, വേണ്ട, നീ സമർപ്പിച്ചിരിക്കുന്നു, നീ ചെയ്തിരിക്കുന്നു. പകരം അള്ളാഹു സുബ്ഹാനഹു വ തആല ആടിനെ ബലിയെറുക്കാൻ കൽപ്പിക്കുകയാണ്, അല്ലേ? ഇതിലൂടെ മനസ്സിലാക്കേണ്ട മറ്റൊരു സംഗതി, പല ആളുകളും ഇസ്ലാമിനെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ സംഭവം പറയാറുണ്ട്. ഇതിലൂടെ മനസ്സിലാക്കേണ്ടത് ഇസ്ലാമിൽ നരബലി ഇല്ല തന്നെ, ഇസ്ലാമിൽ മനുഷ്യന് കുരുതി കൊടുക്കുന്ന ഒരു ബലികർമ്മം ഇല്ല തന്നെ എന്നുള്ള വലിയൊരു സന്ദേശം
ഇതിലൂടെ കൊടുക്കുകയാണ്. അർത്തില്ല, പകരം ഒരു മൃഗത്തെയാണ് ബലിയർത്തിട്ടുള്ളത്. അല്ലേ? നോക്കൂ നിങ്ങൾ, ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു സംഗതി, പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ ബലി ഉദ്ദേശിച്ച ആളുകളുണ്ടാവും അല്ലെ? ബലികർമ്മത്തിന് വേണ്ടി, ഊഹ്യത്തിന് വേണ്ടിയിട്ട് നിയ്യത്താക്കിയിട്ടുള്ള, അത് സ്വന്തമോ ഷെയർ കൂടിയിട്ടോ ഒക്കെ നിർവഹിക്കാൻ വേണ്ടിയിട്ട് ഒരുങ്ങി നിൽക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകും. അവർ ശ്രദ്ധിക്കേണ്ടത്, ഇത് അള്ളാഹുവിനുള്ള ഒരു സമർപ്പണം. അത് നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. അള്ളാഹ്ക്ക് നിങ്ങളുടെ ഈ ബലിമാംസമോ ഇതിന്റെ രക്തമോ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. അള്ളാഹ് അങ്ങനെ തന്നെ ഖുർആനിൽ പറഞ്ഞിരുന്നു, സൂറത്ത് ഹജ്ജിലൂടെ, അള്ളാഹുവിലേക്ക് എത്തുകയില്ല നിങ്ങൾ ഈ ബലി അറുത്തതിന്റെ മാംസമോ അതിന്റെ രക്തമോ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. അതൊന്നും അള്ളാഹിലേക്ക് എത്തുകയുമില്ല. വലാകിൻ എന്നാൽ യനാലുഹു അത്തഖ്വാ മിൻകും, നിങ്ങളുടെ തഖ്വയാണ് അള്ളാഹുവിലേക്ക് എത്തുക. അപ്പൊ ബലി എന്ത് ഉദ്ദേശത്തിലാണോ, എന്താണോ നിങ്ങളുടെ മനസ്സിലുള്ള നിയ്യത്ത്, അതിനനുസരിച്ചാണ് അതിന്റെ പ്രതിഫലം നൽകപ്പെടുക. അപ്പൊ നമ്മൾ മനസ്സിലാക്കുക, നമ്മൾ അത്ര അർത്ഥം ഇത്ര അർത്ഥം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ നിയ്യത്ത് മാറിപ്പോകാൻ പാടില്ല. ആ തഖ്വയെ അള്ളാഹിന്റെ അടുക്കിലേക്ക് എത്തുള്ളൂ. അതിന്റെ രക്തോ അതിന്റെ മാംസോ അതിന്റെ എല്ലോ ഒന്നും അള്ളാഹ്ക്ക് വേണ്ട. എന്തേ വേണ്ടു? ആ തഖ്വ ഉണ്ടല്ലോ, ആ സമർപ്പണത്തിന്റെ ആ ഒരു തഖ്വ, അതാണ് അള്ളാഹുവിലേക്ക് എത്തുക, അതാണ് അള്ളാഹു പരിഗണിക്കുക എന്ന് വിശുദ്ധ ഖുർആൻ സൂറത്ത് ഹജ്ജിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അതോടൊപ്പം തന്നെ പ്രിയപ്പെട്ടവരെ, ബലി ഉദ്ദേശിച്ച ആളുകൾ ചെയ്യേണ്ട മറ്റൊരു കാര്യം ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ഇദാ ദഖലൽ ആശറ വഇൻദഹു ഉദുഹിയ യുരീദു അൻ യുളഹിയ, ആരെങ്കിലും ബലി ഉദ്ദേശിച്ചു കഴിഞ്ഞാൽ, ബലിയിറക്കാൻ നിയ്യത്താക്കി കഴിഞ്ഞാൽ, ഈ ദുൽഹിജ്ജയിലേക്ക് പ്രവേശിച്ചാൽ അവൻ ചെയ്യേണ്ടത് ഫലാ യഖുദന്ന ശഅറൻ വലാ യുഖലിമന്ന ളുഫ്റൻ, അവൻ പിന്നെ മുടി എടുക്കാൻ പാടില്ല, രോമങ്ങൾ എടുക്കാൻ പാടില്ല, അതോടൊപ്പം തന്നെ നഖം മുറിക്കാൻ പാടില്ല. ഇതുവരെ ഹത്താ യുളഹിയ, ആ ബലികർമ്മം പൂർത്തിയാക്കുന്നത് വരെ. ദുൽഹിജ്ജ 1 പ്രവേശിച്ചു കഴിഞ്ഞാൽ ദുൽഹിജ്ജ 1 മുതൽ 10 വരെ ബലി ഉദ്ദേശിച്ച ആളുകൾ മുടി വെട്ടുകയോ നഖം മുറിക്കുകയോ ചെയ്യാൻ പാടില്ല എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് നമ്മൾ ശ്രദ്ധിക്കുക. അങ്ങനെ ഒരു ആത്മസമർപ്പണത്തിന്റെ ഒരു മനസ്സുമായി കൊണ്ട്, ആ ഒരു തഖ്വയോട് കൂടിയാകണം പ്രിയപ്പെട്ടവരെ നമ്മുടെ ബലികർമ്മം അടക്കമുള്ള ആരാധനകൾ. അതാണ് അള്ളാഹുവിലേക്ക് എത്തുക, അതാണ് അള്ളാഹു നോക്കുക. അത്തഖ്വ ഹാഹുന എന്നാണ് അള്ളാഹിന്റെ റസൂല് നെഞ്ചിലേക്ക് ചൂണ്ടിയിട്ട് പറഞ്ഞത്. തഖ്വ ഇവിടെയാണ്, നിങ്ങളുടെ ആ ചെയ്തിയിലോ നിങ്ങളുടെ ആ കാട്ടിക്കൂട്ടലിലോ ഒന്നുമല്ല, മറിച്ച് തഖ്വ എന്നുള്ളത് നെഞ്ചകത്ത് ഹൃദയത്തിനുള്ളിലാണ്. അവിടെയാണ് അള്ളാഹു നോക്കുക. അവിടെ എന്താണോ നിങ്ങളുടെ ഉദ്ദേശം, അതാണ് അള്ളാഹു പരിഗണിക്കുക. അതിനനുസരിച്ചാണ് നിങ്ങളുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക എന്ന് മനസ്സിലാക്കുക. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ ഇബാദത്തുകളും അള്ളാഹു എല്ലാ അർത്ഥത്തിലും ഖബൂൽ ചെയ്ത് സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹുവെ, നമ്മൾ നൊന്നു പോയിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള മുഴുവൻ പാപങ്ങളും ഞങ്ങൾക്ക് നീ വിട്ടുപുറത്ത് മാപ്പാക്കി തരണം റഹ്മാനെ. അള്ളാഹു, നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നമ്മുടെ മാതാപിതാക്കളുണ്ട്, കുടുംബങ്ങളുണ്ട്, സഹോദരന്മാരുണ്ട്. അള്ളാഹുവെ, അവരുടെ ഖബറിൽ നീ വിശാലമാക്കി കൊടുക്കണം റഹ്മാനെ. അവർക്ക് നീ മഅ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണം നാഥാ. അള്ളാഹുവെ, രോഗം കൊണ്ട് കടം കൊണ്ട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അള്ളാഹുവെ, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. അള്ളാഹുവെ, ഹജ്ജിന് വേണ്ടിയിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ടുള്ള നമ്മുടെ കുടുംബക്കാർ, നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മുടെ അയൽവാസികൾ, അള്ളാഹു നമ്മുടെ സഹപ്രവർത്തകർ, അവർക്ക് മഖബൂലും മബ്റൂറുമായിട്ടുള്ള ഹജ്ജ് കർമ്മം നിർവഹിച്ച് ആഫിയത്തോടു കൂടി നാട്ടിലേക്ക് തിരിച്ചെത്താൻ, നമ്മിലേക്ക് വന്നു ചേരുവാനുള്ള വലിയ തൗഫീഖ് നീ നൽകി അനുഗ്രഹിക്കണം നാഥാ. അള്ളാഹുവെ, ലോകത്തിന്റെ അഷ്ടദിക്കുകളിൽ പരിശുദ്ധ ഇസ്ലാമിന്റെ പേരിൽ, ഈ വിശ്വാസം സ്വീകരിച്ചതിന്റെ പേരിൽ പ്രയാസപ്പെടുന്ന ഒരുപാട് സഹോദരന്മാരുണ്ട് നാഥാ. വിശിഷ്യ ഫലസ്തീനിൽ, ഗസയിലൊക്കെ നമ്മുടെ സഹോദരങ്ങൾ ഈ പ്രയാസത്തിലാണ്. അള്ളാഹുവെ, അവരുടെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും നീ ദൂരീകരിച്ചു കൊടുക്കണം റഹ്മാനെ. എല്ലാ അർത്ഥത്തിലുള്ള ശാന്തിയും സമാധാനവും നീ നൽകി അനുഗ്രഹിക്കണം നാഥാ. അല്ലാഹുമ്മ അഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹ്ഹാബ്. അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജ്ർനാ മിനൻ നാർ, അല്ലാഹുമ്മ
انصر المسلمين في كل مكان اللهم انصر المسلمين في كل مكان اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين اللهم انصر المسلمين في فلسطين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين آمين برحمتك يا أرحم الراحمين والحمد لله رب العالمين.